Hey, what's up guys? It's me Jovin here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് പറവ ട്രെയിനിങ് ആണ്. അപ്പം ആക്ച്വലി പൂർണ്ണമായിട്ട് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും വിളിച്ചിട്ട് പ്രാവ് മിസ്സാവുന്നുണ്ട്, കുഞ്ഞന്മാർ എടുക്കുന്നത് മിസ്സാവുന്നുണ്ട്, അതേപോലെ തന്നെ വലിയ ബ്രീഡിംഗ് പെയർ എടുത്തിട്ട് അവർ പറപ്പിക്കാൻ നോക്കിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് പറവ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞന്മാരൊക്കെ മിസ്സാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ്, പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കുന്നില്ല, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടൊരു 4 പേരും കൂടെ കൊടുക്കാറുണ്ട്, ബ്രീഡിംഗ് പെയർ 4 പേർ കൊടുക്കാറുണ്ട്. അപ്പോൾ 4 പേരും കൂടെ ബൾക്കായിട്ടാണ് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. ബൾക്കായിട്ട് 4 പേരും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 3200 രൂപയാണ്. ഞാൻ ജസ്റ്റ് ആ പ്രാക്കളുടെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്രെയിനിങ് വീഡിയോയെ കുറിച്ചുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളതിൽ ഒരു കേജ് നോർമലായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വളർത്തുന്ന ഒരാളായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തട്ടിക്കൂട് ഒരു കേജെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതിപ്പോൾ തക്കാളി പെട്ടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിത് വലിയ പൈസ ഒന്നായിട്ടില്ല. ഈ പുറത്തുള്ള കവർ വന്നിട്ട് ഒരു പെയിൻറ്റ് കടയിൽ അവിടുത്തെ മെഷീൻ വന്നപ്പോൾ അതിൽ നിന്ന് വന്ന ഫ്ലൈവുഡ് വെച്ചിട്ടും അകത്ത് ഈ തക്കാളിപ്പെട്ടിയെ എന്ന് വെച്ചാൽ 1 2 ഇത് രണ്ട് ബോക്സാണ്. മൂന്നാമത്തെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലെ കമ്പെടുത്ത് സെൻറ്ററിലായിട്ട് വെച്ച് തിരിച്ച രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ 3 തട്ടായിട്ട് ടോട്ടൽ 12 അറ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കുഞ്ഞന്മാർ, ഞാൻ ഇപ്പോൾ പറപ്പിക്കാനുള്ള കുഞ്ഞന്മാർ അങ്ങനെയുള്ള എല്ലാത്തിനെയും സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഫുഡ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്താണ് വെച്ച് കൊടുക്കുന്നത്. അത് മോസ്റ്റ്ലി ഞാൻ ഈവനിങ് ടൈമിലാണ് ഫുഡ് വയ്ക്കുന്നത്. നൈറ്റ് പ്രാവിനെ ഇറക്കിയതിന് ശേഷമേ വെക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഥവാ പ്രാവ് നമ്മളെ കൂട്ടി കയറാതെ പുറത്ത് നിന്ന് കഴിഞ്ഞാലും കറക്റ്റ് ഫുഡിന് വേണ്ടിയായിട്ട് അവർ കൂണ്ടത് കയറിക്കോളും. നമുക്ക് പെട്ടെന്ന് അടച്ചാൽ മതി കൂട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ പുറത്തിറങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ വേറെ പോയി ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. ഒരുപാട് പേര് അല്ലാതെ നല്ല വലിയ പറവക്കാരുണ്ട്. അവർക്ക് ഇതിനെക്കാട്ടി ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇതിനെക്കാട്ടി ഈസി ആയിട്ടും ഇതിനെക്കാട്ടി നല്ല രീതിയിലും ചെയ്യാൻ പറ്റും. ഞാൻ പുതുതായിട്ട് ഇപ്പോൾ വളർത്താൻ വരുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ കാണൂല. അപ്പോൾ അവർക്കത് പെട്ടെന്ന് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് കൂടിൻ്റെ ഒരു സെറ്റപ്പ്. എന്നിട്ട് നോർമലൊരു സിംഗിളായിട്ട് ഓരോ കൂട്ടിൽ ഓരോ പ്രാവായിട്ട് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ ഒരു നമ്മളെ കയ്യിലുള്ള കുഞ്ഞന്മാരുടെ കണക്കനുസരിച്ച് ഒരു 1-2 കൂടുകൾ ഒന്ന് സെറ്റ് ചെയ്യുക. ഒരു തക്കാളി പെട്ടി വെച്ച് എങ്ങനെയെങ്കിലും ഒരു കൂട് സെറ്റ് ചെയ്യുക. അതിൽ എന്താ പറയുക, നൈറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് പ്രാവിന് ലൈറ്റ് ഇട്ടിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് വയ്ക്കുക. നമ്മളിപ്പോൾ ട്യൂബ് ലൈറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട്. നൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഫുഡ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞന്മാർക്ക് ഫുഡ് വയ്ക്കുന്നതും അതേപോലെ വെള്ളം വയ്ക്കുന്നതും എല്ലാം വയ്ക്കുക. വെള്ളം ഫുൾ ടൈം വെച്ചിരിക്കാൻ നോക്കുക. ഫുഡ് വന്നിട്ട് നമ്മൾ നൈറ്റ് വെച്ച് കൊടുത്താലും മതി. ആ രീതിയിൽ സെറ്റ് ചെയ്യുക. അതേപോലെ കുഞ്ഞന്മാർ നമ്മൾ ഇപ്പോൾ പറവ കുഞ്ഞന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം
അറിയാവുന്ന ആൾക്കാരെ ഇത് എടുക്കുക. വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞന്മാർ. ഇപ്പോൾ അത്യാവശ്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര ഒരുപാട് റേറ്റ് കൊടുത്ത് അൺലിമിറ്റഡ് ലൈനിലുള്ള കുഞ്ഞന്മാർ എടുക്കാതെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് ഒരു നോർമൽ റേഞ്ചിലുള്ള കുഞ്ഞന്മാരൊക്കെ എടുക്കുക. കുഞ്ഞന്മാരെടുത്തിട്ട് ആദ്യത്തെ ഒരു റൗണ്ടൊക്കെ പറപ്പിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് ചുറ്റിച്ചൊക്കെ കുഞ്ഞന്മാരൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ കുഞ്ഞന്മാർ ഒരിക്കലും മിസ്സാവില്ല എന്ന് ഉറപ്പായിട്ട് അടുത്ത വലിയ കൂടിയ പറവപ്രാവുകളൊക്കെ മറ്റേ ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറിലുള്ള കുഞ്ഞന്മാരെ എടുക്കുക. അല്ലെങ്കിൽ ബ്രീഡിംഗ് പെയർ എടുക്കുക. ബ്രീഡിംഗ് പെയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുഞ്ഞന്മാരെടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി ഭയങ്കര കൂടിയ പൈസയ്ക്കൊക്കെ പ്രാക്കൾ എടുത്തിട്ട് വെറുതെ കൊണ്ടുപോയി പ്രാവിനെ നമുക്ക് പുറത്തറിഞ്ഞൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാക്കളെ വെറുത്തു പോകും. പ്രാവിനെ ഇതിനെല്ലാം വെറുത്തു പോകും. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ കൂടിയതെടുക്കാൻ നിൽക്കേണ്ട. ജസ്റ്റ് നോർമലി നമ്മുടെ പറവപ്രാവ് നോർമൽ റേഞ്ചിലൊന്ന് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതേപോലെ ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹവായി കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹവായി കൂട് അത്യാവശ്യം ഹൈറ്റിൽ നമ്മളെ ചുറ്റും കാണാൻ പാകുന്ന രീതിയിലാണ് വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2.5 അടിയാണ്. 2.5 അടി നീളവും 2 അടി ഹൈറ്റും പറഞ്ഞ രീതിയിലാണ് ഈ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2.5 അടി നീളവും 2 അടി ഹൈറ്റ് പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞന്മാരെ ഇട്ട് വെച്ച് കഴിഞ്ഞാലുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞന്മാർക്ക് ഈ കൂട്ടിനകത്ത് കിടന്നുകൊണ്ട് തന്നെ ചുറ്റും കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഏരിയ ഒരുവിധം കുഞ്ഞന്മാർക്ക് നല്ല രീതിയിൽ പറക്കുന്നതിന് മുമ്പേ ഒരു ഐഡിയ കിട്ടും. ഫുള്ള് സെറ്റായിട്ട് ഓരോ ചുറ്റുമുള്ള ഓരോ എന്താ പറയുക കളറ് മാർക്ക് അതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടും പിന്നെ ആ ഏരിയയുടെ ഒരു ഐഡിയ കറക്റ്റായിട്ട് പ്രാവിന് കിട്ടിക്കഴിഞ്ഞാൽ പ്രാവ് കറക്റ്റ് ആ സ്ഥലത്ത് വന്ന് ഇറങ്ങുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞന്മാരെ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ഹവായി കൂടിനകത്തിട്ട് ഇണക്കി. ഈ ഹവായി കൂടിനകത്തിട്ട് ഇണക്കി കഴിഞ്ഞ് കുഞ്ഞന്മാർ ഒന്നെങ്കിൽ കറക്റ്റ് ഇവിടെ തന്നെ ഈ കൂട്ടിൻ്റെ മുകളിൽ വന്ന് ഇറങ്ങും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കൂട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ഈ കൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ 3 സ്ഥലം അല്ലാതെ വേറെ ഒരിടത്തും പെട്ടെന്ന് പോയി ഇറങ്ങാൻ സാധ്യത കുറവാണ്. പിന്നെ എന്താ പറയാൻ നമ്മളിപ്പോൾ പ്രാവിനെ ഇണക്കാൻ വിട്ടിരിക്കുന്ന സമയത്ത് തറയിലും മറ്റും ഈ പൂച്ച അല്ലെങ്കിൽ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റാക്ക് പേടിച്ചിട്ട് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ഇരിക്കും എന്നുള്ളതല്ലാതെ ഒരിക്കലും പെട്ടെന്ന് പോയി ഇവർ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ ചാൻസ് കുറവാണ്. സോ നമ്മൾ ഇതേപോലത്തെ ഒരു ഹവായി കൂട് സെറ്റ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് പ്രാവുകൾ പറത്തുന്ന സമയത്ത് പ്രാവുകൾ മിസ്സാവുന്നുണ്ട്, പ്രാവുകൾ തെങ്ങിൻ്റെ മുകളിൽ പോയിരിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിസ്സാവാതെയും തെങ്ങിൻ്റെ മുകളിലൊന്നും പോയിരിക്കാതെ കറക്റ്റായിട്ട് കുഞ്ഞന്മാരെ നമ്മളെ തട്ടി തന്നെ ഇറക്കാൻ വേണ്ടി പറ്റിയൊരു ബെസ്റ്റ് ഐഡിയയാണ് ഇത്. സോ ഒരു ഹവായി കൂട് നമ്മളെ പറവപ്രാവിൽ മെയിനായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ വലിയൊരു കൂട് തന്നെ വേണമെന്നില്ല, ഇതേപോലത്തെ വലിയൊരു കൂട് വേണമെന്നില്ല. സാധാരണ നമ്മൾ കുറഞ്ഞ മെഷ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സാധാരണ ഈ കിടക്കുന്ന മീൻ വല ഇല്ലേ, ഇതേപോലത്തെ മീൻ വലയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് 300 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നീളമുള്ളത് കിട്ടും. മീൻ വല എടുത്തിട്ട് അത് ആ മുകളിലിരിക്കുന്ന ആ കൂടിൻ്റെ ഒരു സൈസിൽ ചെറുതായിട്ടൊരു 4 കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് ആ കമ്പിന് ചുറ്റും ആ വലയിട്ട് കവർ ചെയ്താലും മതി. ഹവായി കൂടെന്ന് പറഞ്ഞാൽ ചുറ്റും ഓപ്പൺ ആയിരിക്കുക, വന്നിട്ട് പ്രാവിന് ഹൈറ്റിൽ വെച്ചിരിക്കുക, പ്രാവിന് ചുറ്റും കാണണം, ആ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ സെറ്റ് ചെയ്യുക. വന്നിട്ട് അത്യാവശ്യം ഹൈറ്റുള്ളൊരു ഏരിയയിൽ വെച്ചിട്ട് പ്രാക്കൾക്ക് ചുറ്റും കാണാൻ പറ്റുന്ന രീതിയിലും എന്തു പറയാൻ നമ്മളെ ഏരിയ കറക്റ്റായിട്ട് മനസ്സിലാവാനും എല്ലാ രീതിയിലുമായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഹൈറ്റിലൊരു പറവ സ്റ്റാൻഡ് വയ്ക്കും. ഈ പറവ സ്റ്റാൻഡ് വെച്ചിട്ട് ഈ പറവ സ്റ്റാൻഡിലേക്ക് മുകളിലേക്ക് ഹവായി കൂട് വലിച്ചു കയറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. നമ്മൾ നാഗർകോവിൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കൂട്ടിൻ്റെ ഈ ഹവായി കൂടിൻ്റെ പറവ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഹവായി കൂട് വലിച്ചു കയറ്റി പ്രാവിനെ ചുറ്റും കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നടത്തിയിരിക്കും. അപ്പോൾ പ്രാവുകൾ ഒരിക്കലും മിസ്സാവാതെ കറക്റ്റ് ആ സ്റ്റാൻഡിൽ തന്നെ വന്ന് ഇറങ്ങുന്നതായിരിക്കും. ആ രീതിയിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഹവായി കൂടിൽ ഞാൻ വന്നിട്ട് കുഞ്ഞന്മാരെ വന്നിട്ട് ഒരു ഏകദേശം ഒരു ഒരാഴ്ചയോളം 5 ദിവസത്തിന് മുകളിൽ ഞാൻ ഹവായി കൂട്ടിൽ കുഞ്ഞന്മാരെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 5 ദിവസം വരെ ഹവായി കൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞന്മാർ ഏകദേശം നമ്മളെ ഏരിയയൊക്കെ ഐഡിയ നമ്മൾ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ കുഞ്ഞന്മാർ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊരു വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞന്മാരെടുത്ത് ഹവായി കൂട്ടിലിടുക. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെടുത്തിട്ട് ഹവായി കൂട്ടിലെടുത്ത് നമ്മളെ കൂട്ടിലിട്ടിട്ട് ഇവിടെ നിന്ന് ഹവായി കൂട്ടിൽ നമ്മളെ കൂട്ടിലിട്ട് നമ്മൾ ഫുഡ് കൂട്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പം കുഞ്ഞന്മാർക്ക് എന്താ പറയാൻ നമ്മൾ ഏരിയ സെറ്റ് ആവേണ്ടി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഏരിയ സെറ്റ് ആക്കാൻ വിട്ടിട്ട്
പിന്നെ നമ്മൾ ആ കൂട്ടിലാണ് ഫുഡ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ആ കൂട്ടിൽ ഫുഡ് വെച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രാക്കൾ രാത്രിയാകുമ്പോൾ കറക്റ്റ് ഈ കൂട്ടിനകത്ത് കയറിക്കോളും. നമ്മളൊരു ജസ്റ്റ് ഡോറൊന്ന് പൊക്കി കൊടുത്താൽ മതി, അവർ കറക്റ്റായിട്ട് വന്നിട്ട് കയറിക്കോളും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഹവായി കൂട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മാക്സിമം നമ്മൾ കൂട്ടിലിട്ട് വെച്ചിരിക്കുക. വൈകിട്ടാകുമ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ നേരെ കുഞ്ഞന്മാരെ പിടിച്ച് ഈ കൂട്ടിലിട്ടിട്ട് ലൈറ്റ് ഓണാക്കി ഫുഡ് വെച്ച് കൊടുക്കും. അപ്പോൾ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞന്മാർ കറക്റ്റായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി 2 പ്രാവിനെ പിടിച്ചുകൊണ്ടിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2 നാടൻ പ്രാവ്, നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 നാടൻ പ്രാവ്. നാടൻ പ്രാവ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് നമ്മളെ വീടായിട്ട് പെട്ടെന്ന് ഇണങ്ങും നാടൻ പ്രാക്കൾ. അപ്പോൾ നമ്മളെ വീടായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്നത് കൊണ്ട് തന്നെ അവർ ഡിസ്റ്റൻസ് പറന്ന് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാനോ അങ്ങനെയുള്ള ചാൻസ് കുറവാണ്. അവർ പെട്ടെന്ന് ഇപ്പോൾ ഇതേപോലത്തെ ഒരു കൂടെ കൊണ്ടാക്കി വെച്ചിട്ട് നാടൻ പ്രാവിനെ 2 എണ്ണം എടുത്ത് ഇട്ട് കഴിഞ്ഞാലും അവർ ഒരു 2 ദിവസം ഈ കൂടിനകത്ത് അവർ ഇട്ടിരുന്നിട്ട് പിന്നെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ ആ ഏരിയയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അവർ അടുത്ത് കൂടുണ്ടാക്കാനും ഈ എഗ് ചെയ്യാനുള്ള ഇതിനൊക്കെ ആയിട്ട് എന്താ പറയുക, ചുറ്റും നടന്ന് തറയിലൊക്കെ നടന്ന് ചുള്ളി കമ്പിളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചകരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൂടുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും ഇതേപോലത്തെ ഒരു കൂടിനകത്ത്. അപ്പം നമ്മൾ ഈ ജസ്റ്റ് നെറ്റ് എന്തെങ്കിലും പൊക്കി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ നാടൻ പ്രാവ് ടക്കനെ പുറത്തിറങ്ങുക, ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് പോയി ചെന്ന് കമ്പ് ഇതൊക്കെ നുള്ളി പറക്കിക്കൊണ്ട് നേരെ കൂടിനകത്തൊന്ന് കയറും. അപ്പം ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഹവായി കൂട്ടി കിടന്ന് കുഞ്ഞന്മാർ കാണുകയും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞന്മാരെ ഇപ്പോൾ ലാസ്റ്റ് 5 ദിവസം നമ്മൾ ഹവായി കൂട്ടിലിട്ടതിന് ശേഷം 6ാമത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ചുമ്മാ തട്ട് ഇണക്കാൻ വേണ്ടിയിട്ട് തുറന്നു വിടണം തറയിൽ. ഈ തുറന്നു വിടുന്ന സമയത്ത് ഈ നാടൻ പ്രാവ് ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ അവരും എന്താ പറയുക ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ട് ഇവരെ കൂടെ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഇറങ്ങി വരുമ്പോൾ തട്ട് അവർക്ക് ഈസി ആയിട്ട് ഇതാവും. ഇത് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്, അല്ലാതെ വലിയ ഒരു ഇതായിട്ട് പറയുന്നതല്ല. ജസ്റ്റ് പുതുതായിട്ട് മിസ്സാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് അവർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളായിട്ട് ഇംപ്ലാന്റ് ചെയ്ത് കറക്റ്റായിട്ടൊരു ഇതിൽ സൊല്യൂഷനിലെത്തിയ ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സിന് വേണ്ടി, പൂർണ്ണമായിട്ട് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഒരു 2 നാടൻ പ്രാവിനെ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ ഈ ജസ്റ്റ് ഒന്ന് കൈയടിച്ച് പൊങ്ങുന്നതിൻ്റെ കൂടെ കുഞ്ഞന്മാരും ജസ്റ്റ് ഒന്ന് കൈയടിച്ച് പൊങ്ങും. ചിറകടിച്ച് പൊങ്ങി അവരൊന്ന് ജസ്റ്റ് നാടൻ പ്രാവുകൾ വലിയ ടൈമൊന്നും പറക്കൂല, ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റി വന്നിരിക്കും. ഈ കുഞ്ഞന്മാരും അത് കണ്ടിട്ട് അതേപോലെ വന്നിട്ട് കൂട്ടിൻ്റെ മുകളിലിരിക്കുക അല്ലെങ്കിൽ ഹവായി കൊണ്ട് മുകളിലിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിനകത്ത് ഇപ്പോൾ ഇവർ കമ്പും ചുള്ളിയൊക്കെ കൊണ്ടുവന്ന് കൂടിനകത്ത് കയറണ കാണുമ്പോൾ അതിൻ്റെ കൂടെ വന്ന് കൂടിനകത്ത് കയറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് ഇത് വരും. ഇത് പുതുതായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ, പുതുതായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടി കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ആക്ച്വലി അവിടെയാണ് വരണത്. അപ്പോൾ അവിടെ ഈ പ്രാക്കളെല്ലാം ഇവരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇത് 2 തുറന്നു വിട്ട് കഴിഞ്ഞാൽ നേരെ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഈ കുഞ്ഞന്മാരെല്ലാം പുതിയ കുഞ്ഞന്മാരാണ്, ഇതുവരെ പറപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ കുഞ്ഞന്മാരെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പറപ്പിച്ചിറക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് 6ാമത്തെ ദിവസം ആകുമ്പോൾ ജസ്റ്റ് കുഞ്ഞന്മാരെ തുറന്നു വിടുകയാണ്. 6ഉം 7ഉം ആ 2 ദിവസം ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു വൈകിട്ടൊരു 4 മണി അല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞന്മാരും ജസ്റ്റ് ഒന്ന് തുറന്നു വിട്ടിട്ട് വരട്ടാനും നിൽക്കേണ്ട, ഒന്നും ചെയ്യണ്ട, പുറത്താനും നിൽക്കേണ്ട. ജസ്റ്റ് തുറന്നു വിടുമ്പോൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രാക്കളെ കൂടെ അടിച്ച് പൊങ്ങി വന്നിട്ട് കൂട്ടിൽ കയറാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കിയിട്ട് അവർ വൈകിട്ടാകുമ്പോൾ കൂട്ടിലും കയറും. നമ്മൾ ലൈറ്റ് ഇട്ടിരുന്നിട്ട് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ കൂണ്ടത് കയറിക്കോളും. അവർ വേറെ ഒരിടത്തും പോയി ഇരിക്കാതെ കൂണ്ടത് കയറിക്കോളും. അതേപോലെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞന്മാരെ നമ്മൾ പതുക്കെ 2 കുഞ്ഞന്മാരെടുത്ത് ജസ്റ്റ് ഒന്ന് പതുക്കെ പൊക്കി വേണം. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. വന്നിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി 7 ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വന്നിട്ട് കുഞ്ഞന്മാരെ പറപ്പിക്കണില്ല, ഹവായി കൂട്ടിലിട്ട് റെഡിയാക്കുകയും അതേപോലെ തന്നെ കുഞ്ഞന്മാരെ നമ്മുടെ തട്ട് ഇണക്കിയെടുക്കാനുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അമ്മമാരെ ചുറ്റിക്കാൻ വിടണം. അപ്പോൾ ചുറ്റിക്കാൻ വിടാൻ നമ്മളെ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞന്മാരെ നമ്മൾ ചുറ്റിക്കാൻ വിടുന്നതുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഓൾറെഡി പറത്തി പൈലറ്റ് പ്രാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈലറ്റ് പ്രാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് പറത്ത വിടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. വൈകിട്ടെന്ന് വെച്ചാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വിട്ട് ഒരു 10-15 മിനിറ്റ് അകത്ത് ഇറക്കി അമ്മരെ കൂട്ടിനകത്ത് കയറ്റുന്നതായിരിക്കും ഫസ്റ്റ് 1-2 ദിവസത്തെ ചുറ്റിൽ നമുക്ക് ചെയ്യാൻ ബെറ്റർ. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പോൾ പൈലറ്റ് പ്രാവില്ല, നമ്മൾ വേറെ പ്രാക്കളെയും വിടുന്നില്ല, 2 കുഞ്ഞന്മാരെ മാത്രമായിട്ടാണ് വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ഉണ്ട്. അപ്പോൾ
കുഞ്ഞന്മാർ മിസ്സാവാനും പാടില്ല. അതേ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടൊരു പറവ എടുക്കുകയും ചെയ്യണം. മീൻസ് ഒരു ചുറ്റിക്കയിൽ എടുക്കുകയും ചെയ്യണം. അതോ മിസ്സായി എവിടേക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പോലും കറക്റ്റായിട്ട് നമ്മൾ തട്ടി തന്നെ വന്ന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമ്മൾ വിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിടാൻ പറ്റിയൊരു ടൈം എന്നാണ് രാവിലെ ആയിരിക്കും. അപ്പോൾ രാവിലെ ഒരു ദിവസം രാവിലെ വിടുക, കുഞ്ഞന്മാർ കറക്റ്റായിട്ട് നമ്മളെ തട്ടി തന്നെ വന്ന് ഇറങ്ങുമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് തന്നെ വിട്ടാൽ മതി. കുഞ്ഞന്മാർ മിസ്സാകുന്നതായിരിക്കില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പേർ നാടൻ പ്രാവിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, കൂട്ടിനകത്തിട്ട് വയ്ക്കാനല്ല. ഇതിപ്പോൾ ഞാൻ ഇവന്മാരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവന്മാർ നേരെ അവിടെ പോയിരിക്കും. അപ്പോൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞന്മാരും അതേപോലെ എന്താ പറയുക അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ പോസ്റ്റിൽ പോയിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഇവരെ ഈ കൂണ്ടകത്തിട്ട് വെച്ചിരിക്കുന്നു. അതേപോലെ 2 കുഞ്ഞന്മാരെ ആ കൂണ്ടകത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തെ മുണ ഈ 2 കുഞ്ഞന്മാരാണ്. ഇവിടെ 2 കുഞ്ഞന്മാരെടുപ്പുണ്ട്. ഒരു സബ്ജയല്ല ക്ലാവർ കുഞ്ഞാണിത്. ക്ലാവർ റെക്കമുള്ളതാണ് ഒരു കുഞ്ഞ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1 കല്ലി അല്ലെങ്കിൽ 2 കല്ലിക്കകത്താവും. ഇത് നമ്മുടെ ആനന്ദ് ബ്രോയുടെ വെള്ള മെയിലും സബ്ജപ്പുള്ളി ഫീമെയിലും അതിലിറങ്ങിയ കുഞ്ഞാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഈ 2 കുഞ്ഞന്മാരാണ് പറത്താൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് കുഞ്ഞ് പറഞ്ഞത് നമ്മളെ ക്ലാവറാണ്, റെക്കവള്ളയിൽ പറഞ്ഞ ക്ലാവറാണ്. ഓക്കെ, കണ്ടിട്ട് ഫീമെയിൽ കുഞ്ഞാണെന്ന് തോന്നുന്നു. ചെറിയ കുഞ്ഞാണ്, ഫീമെയിൽ കുഞ്ഞാണ്. കണ്ണ് ക്ലിയർ ആവുമെന്ന് അറിയില്ല വീഡിയോയിൽ എത്രത്തോളം. ഓക്കെ, അതേപോലെ നമ്മളെ വെള്ളയിലും സബ്ജപ്പുള്ളിയിലുമായിട്ട് ഇറങ്ങിയ ഒരു വൈറ്റ് അല്ല, ആക്ച്വലി സബ്ജപ്പുള്ളിയുണ്ട്, ചെറിയ രീതിയിൽ സബ്ജപ്പുള്ളിയുണ്ട്. കലങ്ക കണ്ണിലാണ് വരണത്. ഓക്കെ, അപ്പോൾ ഈ 2 കുഞ്ഞന്മാരെയാണ് നമ്മൾ ഫസ്റ്റ് ചുറ്റിപ്പിന് വിടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നറിയില്ല. ഓക്കെ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിട്ടാൽ മതി. കുഞ്ഞന്മാർ ഫസ്റ്റ് ടൈമുള്ള ഒരു ഇതായതുകൊണ്ട് അത് ഏതൊക്കെ വഴി കൂടെയൊക്കെ പോകുന്നുണ്ട് കുഞ്ഞന്മാർ. എന്തുകൊണ്ട് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് വരെ പറവ കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കാൻ നിൽക്കേണ്ട. നമ്മൾ ഫസ്റ്റ് വിടൽ ജസ്റ്റ് ഒന്ന് ചുറ്റി ചിറക്കുക, കൂടുതൽ ടൈം നിർത്തണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ നിർത്തണ്ട. ഓക്കെ, നമ്മളിപ്പോൾ പൈലറ്റ് പ്രാവ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് കറക്റ്റൊരു ഗ്യാരണ്ടി ആയിട്ട് പ്രാക്കൾ മിസ്സാവില്ല എന്നുള്ള ഒരു ഉറപ്പിൽ നമുക്ക് പ്രാക്കളെ പറത്താൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഹവായി കൂടിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞന്മാരെ ഹവായി കൂടിലിട്ട് ഓൾറെഡി സെറ്റാക്കി റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ കുഞ്ഞന്മാർ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ചാൻസ് കുറവാണ്. നമ്മളെ ക്ലാവർ കുഞ്ഞാണിപ്പം പോയത്. വെള്ള കുഞ്ഞ് എങ്ങോട്ട് പോയി? വെള്ള കുഞ്ഞത് ഓർമ്മ. ഓക്കെ, വെള്ള കുഞ്ഞും ക്ലാവർ കുഞ്ഞും നോക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇറക്കാൻ നേരത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിട്ടില്ല, ആ ഒരു രീതിയിൽ പതുക്കെ വിടുക കുഞ്ഞന്മാരെ. അത് 8ാമത്തെ ദിവസം വിടുക. അത് പുതുതായിട്ടുള്ള പറവക്കാർക്ക് വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ 3 ദിവസങ്ങളിലും പറപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല പറവക്കാർ പൈലറ്റ് പ്രാക്കളെയും കൂടെയൊക്കെ വിട്ടിട്ട് 3 ദിവസമൊക്കെ കുഞ്ഞന്മാരെ ചുറ്റി ചേർക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പുതുതായിട്ട് വേറെ പൈലറ്റ് പ്രാക്കളില്ല. അതേപോലെ വലിയ കുഞ്ഞന്മാർ മീൻസ് ഓൾറെഡി പറപ്പിച്ച് സെറ്റായിട്ടുള്ള ആൾക്കാരല്ലാതെ എന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്സാവാതെ, കുഞ്ഞന്മാർ അത്യാവശ്യം ഹൈറ്റ് കയറണുണ്ട് കേട്ടോ പെട്ടെന്ന്. ഇത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഒരു ട്രെയിനിങ് വീഡിയോ. പെട്ടെന്ന് ഹൈറ്റ് കയറി നമുക്ക് ഇറക്കണം വന്നിട്ട് ജസ്റ്റ് നോക്കട്ടെ. അപ്പം മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിലൊരു വീഡിയോ ചെയ്തത്. ഇത് തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹവായി കൂടിൽ 2 കുഞ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇതിൻ്റെ മുകളിലും 2 പ്രാക്കളെ നടത്തിയിട്ടുണ്ട്. അപ്പം മോസ്റ്റ്ലി ഇവർ മുകളിൽ നോക്കുമ്പോൾ പെട്ടെന്ന് പ്രാക്കളെ കാണുമ്പോൾ ഇവർ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ ജസ്റ്റ് കാണാൻ പറ്റും തോന്നുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് കയ്യിലെടുത്തത് 2 പ്രാവിനെടുത്തുനിന്ന് പതുക്കെ ഒന്ന് വെട്ട് കാണിക്കണം, ഷേക്ക് ചെയ്തൊന്ന് കാണിക്കുമ്പോഴേക്കും മിക്കവാറും ഒരു താഴ്ന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്.
നമ്മൾ നോക്കാം. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വിട്ട് കാണിച്ച് നോക്കാം. അത്യാവശ്യം ഹവായി കൂടുതലൊക്കെ കിടന്ന് ഏരിയയൊക്കെ ഒന്ന് സെറ്റായത് കൊണ്ട് തന്നെ അവർ ഡിസ്റ്റൻസ് പോകാനോ അല്ലെങ്കിൽ മിസ്സാവാനോ ചാൻസ് കുറവാണ്. കറക്റ്റ് നമ്മൾ തട്ടിൽ നിന്ന് തന്നെ പറക്കുന്നുണ്ട്. ഈ ക്ലാവറിൻ്റെ പാരൻസിനെ മീൻസ് ഈ ക്ലാവറിൻ്റെ പാരൻറ്റ് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അതിൽ ആ ക്ലാവറിൻ്റെ അമ്മപ്രാവിൻ്റെ പാരൻസിന് നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കൂട്ടത്തിൽ കൊടുത്തായിരുന്നു, സെയിൽ ചെയ്തായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല ഹൈറ്റ് കയറി പോയിട്ടുണ്ട് കുഞ്ഞന്മാർ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞന്മാരെ വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ട് കാണിച്ച് തുടങ്ങണം. കുഞ്ഞന്മാർ ഇപ്പോൾ ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, വെട്ട് കാണിച്ച് തുടങ്ങണം. കുഞ്ഞന്മാർ ഡിസ്റ്റൻസ് വലിയ ഡിസ്റ്റൻസ് ഒന്നും പോകുന്നില്ല, പക്ഷേ അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതോ പറഞ്ഞത് കണ്ട, അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട്, 10 മിനിറ്റ് ആവാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ട് കാണിക്കണം. പിന്നെ നമ്മൾ നാടൻ പ്രാവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവിനെ ചുമ്മാ എടുത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് ഒന്ന് ചുറ്റി ഒരു റൗണ്ട് ചുറ്റിയിട്ട് ഒന്ന് കൂടിൻ്റെടുത്തിരിക്കും. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് 2 നാടൻ പ്രാവ് വാങ്ങിച്ച് കൂട്ടിൽ വയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞത് അതിന് കൂടിയാണ്. അപ്പോൾ നമുക്ക് വെട്ടിട അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 നാടൻ പ്രാവിനെ എടുത്തിട്ട് ചുമ്മാ എറിയുമ്പോൾ അത് 2 റൗണ്ട് അടിച്ച് നേരെ വന്ന് നമ്മളെ കൂട്ടിൻ്റെ പുറത്തിരിക്കുകയും ഈ കുഞ്ഞന്മാരത് കണ്ടിട്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ കണ്ടോ, പൊട്ടുപോലെയാണ് കാണുന്നത്. അത്യാവശ്യം കുഞ്ഞന്മാർ നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പോയി അയ്യോ, നമുക്ക് വെട്ട് കാണിച്ച് ഇറക്കണം കുഞ്ഞന്മാരെ. ഫസ്റ്റ് പറവയാണ്, ചുറ്റിക്കാൻ വിട്ടതാണ്. പിന്നെ അതിൻ്റെ പാരൻസിൻ്റെ ക്വാളിറ്റി വന്നിട്ട് നമുക്ക് പാരൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എത്രത്തോളം ക്വാളിറ്റി ഉള്ള പാരൻസ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞന്മാർ മിസ്സാവില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ വിട്ട് നടത്തിക്കുന്നത്. പക്ഷേ അത് എല്ലാവരും ആ രീതി ചെയ്യരുത്. പുതുതായിട്ട് പറവ കുഞ്ഞന്മാരെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് പറത്തുന്നവർ ഒരിക്കലും അത് ചെയ്യാൻ നിൽക്കരുത്. കാരണം കുഞ്ഞന്മാർ മിസ്സായി കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല കുഞ്ഞന്മാരാണെങ്കിൽ ആരെയും കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്കതിന് തിരിച്ചു കിട്ടുകയെന്ന് വരില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും പറവ പറത്തുന്ന സമയമല്ല, ഈ സമയത്ത് ആരും പറത്തൂല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം പറത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞന്മാരെ കറക്റ്റായിട്ട് ഇറക്കാം. വേറെ ആരും വിട്ടിട്ട് ഇറക്കാനോ വേറെ ഒന്നിനും വരെയില്ല, ഒന്നും ചെയ്യില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വിട്ടതിപ്പോൾ. എല്ലാവരും പണിക്കൊക്കെ പോയിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ട് കാണിച്ച് കുഞ്ഞന്മാരെ താഴോട്ടൊന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് കുഞ്ഞന്മാർ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മുടെ ലോഫ്റ്റിൽ ഇറങ്ങുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി. ഏകദേശം അല്ല, 10 മിനിറ്റ് ആയി. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ വീഡിയോ ഇപ്പം വീണ്ടും ഓണാക്കിയതിന് ശേഷം 2 മിനിറ്റ് പോയില്ലേ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രാക്കളൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് ഷേക്ക് ചെയ്ത് വിട്ട് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. റെക്കമുള്ള ഇതാപ്പാണ്. റെക്കമുള്ളയുടെ കൂടെ തന്നെ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അത്യാവശ്യം ഹൈറ്റ് നിൽക്കുകയാണ്. ഞാൻ വെട്ടിട്ടെന്ന് ഇറക്കട്ടെ. അതിൻ്റെ പാരൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇവന്മാർ ഇറങ്ങിത്തരാൻ സാധ്യത കുറവാണ്. എന്നിട്ട് അത്യാവശ്യം ഒരു ടൈം വരെ നിന്ന് കറങ്ങിയിട്ട് ഇറങ്ങി തരുള്ളൂ. എന്തായാലും നോക്കാം, നമുക്ക് വെട്ടിട്ട് കാണിക്കാം. ഓക്കെ, നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ കുഞ്ഞന്മാരെ ചുറ്റിക്കാൻ വിട്ടിട്ട് ഇപ്പോൾ 15 മിനിറ്റായി. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഒന്ന് താത്ത് കൊണ്ടുവരാൻ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടും താന്ന് വന്നു, വീണ്ടും മുകളിലോട്ട് വരെ കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ട്രാക്കിൽ ആ സൈഡിൽ കൂടെ പോണ കണ്ടു. ഇപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയുമ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഒന്നും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പ്രാവിനെ പറത്താനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈം പറത്തി കയറ്റാനും. അത് 2 പ്രാവ് ഉണ്ട് അവിടെ. വെള്ള കാണാൻ പറ്റുന്നറിയില്ല ക്യാമറയിൽ, പക്ഷേ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇറക്കമുള്ള കറക്റ്റായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. 2 കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2 ഉണ്ട്. നല്ല ഹൈറ്റിൽ നിൽക്കുകയാണ്. പൊട്ട് പോലെ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ പോലും പൊട്ടുമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഹൈറ്റ് കയറി നിൽക്കുകയാണ്. നമ്മൾ എത്ര വെട്ട് കാണിച്ചിട്ട് താന്ന് വരണില്ല. ഫസ്റ്റ് പറവയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പാരൻസിൻ്റെ നമ്മളെ ആനന്ദ് ബ്രോ ഇല്ലേ, ആനന്ദ് ബ്രോയുടെ ലൈനിലുള്ളതാണ് ആ വെള്ള. ഫീമെയിൽ വന്നിട്ട്
നമ്മൾ ഒരു വിഴിഞ്ഞത്ത് ഉള്ള ഒരു കൂട്ടിൽ പോയി ഒരു കാശ്മീരി വിഴിഞ്ഞത്ത് ഉള്ള ഒരു കൂട്ടിൽ പോയി കാശ്മീരി ഒരെണ്ണം എടുത്ത് അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു നല്ല ഉഗ്രഹം കാശ്മീരി നോക്കിയെടുത്ത്. അതിന് ഫീമെയിൽ വലിയ രസമൊന്നുമില്ലായിരുന്നു, മെയിൽ അടിപൊളിയായിരുന്നു. ആ മെയിലിന് എൻ്റെ ഒരു ക്ലാവർ സെറ്റ് ഉണ്ടായിരുന്നു, അതിലുള്ള ഒരു ഫീമെയിൽ ഇട്ടെടുത്ത് കുഞ്ഞെടുത്തതാണ് ക്ലാവർ റെക്കമുള്ള മെയിൽ. മറ്റേ വെള്ള വന്നിട്ട് നമ്മൾ ആനന്ദ് ബ്രോയുടെ ലൈനിലുള്ളതാണ്. ആ രീതിയിലുള്ള കുഞ്ഞന്മാരാണ്. രണ്ടിൻ്റെയും പാരൻസിൻ്റെ ക്വാളിറ്റി ഒന്നും അപാരമാണ്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് പറവ പറത്തുന്ന ബിഗിനേഴ്സായിട്ടുള്ള കൂട്ടുകാർക്ക് നല്ല രീതിയിൽ ടൈം വയ്ക്കണം എന്നുണ്ടെങ്കിൽ, പറവ നല്ല രീതിയിൽ ടൈം വയ്ക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കൂട്ടിലുള്ള ആൾക്കാർ പ്രാവ് പറത്തുന്ന സമയത്ത് അവരെ പ്രാവിനെ പിടിക്കാൻ നോക്കാതെ നമ്മൾ പ്രാവിനെ പറത്താൻ വേണ്ടി മാത്രം നോക്കുക. കറക്റ്റായിട്ട് പ്രാവിനെ പറത്തുക. കറക്റ്റായിട്ട് നമ്മളെ ആവശ്യത്തിന് മാത്രം കറക്റ്റായിട്ട് ഓരോ ദിവസം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് അതിൻ്റെ ടൈം അനുസരിച്ച് അതിന് കൊടുക്കുന്ന കാര്യങ്ങളനുസരിച്ച് നോക്കി അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ടൈമും ബാക്കിയുള്ള എല്ലാം നോക്കി വേണം പ്രാവിനെ വെട്ടിടാനും എല്ലാത്തിനും. അല്ലാതെ വേറൊരു അപ്പുറത്തെ കൂട്ടിലെ പ്രാവ് നമ്മളെ കൂട്ടിൻ്റെ മുകളിൽ വന്നെന്ന് പറഞ്ഞ ഓൾറെഡി വെട്ടിട്ട് പ്രാവിനെ കിറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രാവിൻ്റെ ടൈം വയ്ക്കുന്നതും എല്ലാം പോവും. കറക്റ്റായിട്ടൊരു പ്രോപ്പർ ഒരു ട്രെയിനിങ് മെത്തേഡ് ആവൂല അത്. സോ നമ്മളെ പ്രാക്കൾ നല്ല രീതിയിൽ പറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്തുള്ള കൂട്ടിലുള്ള പ്രാവിനെ വെട്ടിട്ട് പിടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാൻ ചുമ്മാ ഒരു നമുക്ക് ഇഷ്ടത്തിന് തോന്നുന്നത് പോലെ എടുത്ത് പ്രാവിനെ ചുറ്റിക്കാൻ വിടുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാത്തിനും കറക്റ്റ് ഒരു പ്രോപ്പർ ടൈമിംഗ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മളെ പ്രാവ് നമ്മളെ കയ്യിലിരിക്കുന്ന പ്രാവിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കാണും. ആ ഒരു ഐഡിയ വെച്ച് വേണം പ്രാവിനെ പറത്താൻ. ഇപ്പോൾ ഈ കുഞ്ഞന്മാർ അത്യാവശ്യം നല്ല ഹൈറ്റ് കയറി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എന്താ പറയാൻ ഇത്ര ഹൈറ്റ് പെട്ടെന്ന് ഒറ്റയടിക്ക് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ കുഞ്ഞന്മാർ മിസ്സാവില്ലെന്ന് ഗ്യാരണ്ടിയാണ് നമുക്ക്. കറക്റ്റായിട്ട് നമ്മൾ തട്ടി തന്നെ വന്ന് ഇറങ്ങുമെന്ന് ഉറപ്പാണ്. പക്ഷേ നമ്മളിപ്പോൾ വെട്ട് കാണിക്കണം. നമ്മളിപ്പോൾ എന്താ പറയുക നോർമലായിട്ട് പറത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പൈലറ്റ് പ്രാവ് അല്ലെങ്കിൽ 2 നാടൻ പ്രാവറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എടുത്ത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ വന്നിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളതിന് തുറന്ന് വിട്ട് 2-3 പ്രാവശ്യം അനക്കി വിടുമ്പോൾ തന്നെ മിക്ക കുഞ്ഞന്മാർ താഴ്ന്നു ഇറങ്ങി ഇരിക്കുമായിരുന്നു. നമുക്കിപ്പോൾ ജസ്റ്റ് കയ്യിലെടുത്ത് വെച്ചിട്ട് വെട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയേ ഉള്ളൂ. കുഞ്ഞന്മാരിപ്പോൾ ഇങ്ങോട്ട് പോയി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞന്മാരെ നമ്മൾ പറത്താൻ വിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ പിന്നെ 4 പേരും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 4 പേരും കൂടെ വരണത് 3200 രൂപയാണ് വരണത്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കറക്റ്റായിട്ട് നല്ല രീതിയിൽ പറത്താൻ അറിയാമെന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞന്മാരെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പറ്റിയ രീതിയിലുള്ള പെയറാണ്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 15 മിനിറ്റ് കഴിഞ്ഞ്. നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുഞ്ഞന്മാർ വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചായി. വന്നിട്ട് 11:30 ഇപ്പോൾ ടൈം. നമ്മൾ 10:30 ആയപ്പോഴാണ് കുഞ്ഞന്മാരെ വിട്ടത്. കുഞ്ഞന്മാരെ ഇതോ പോകണം, കാണാൻ പറ്റുമെന്നറിയില്ല. വന്നിട്ട് നമ്മൾ കുഞ്ഞന്മാരെ ഒരിക്കലും ഇത്രയും ടൈമൊന്നും നടത്തില്ല ഫസ്റ്റ് ചുറ്റി പീരിയഡിൽ. പിന്നെ എനിക്ക് എന്താ പറയാൻ, ഞാൻ ഒരു വിശ്വാസം എന്ന് പറയണത് നമ്മൾ ഓൾറെഡി 2 ദിവസം ഹവായി കൂട്ടിലൊക്കെ ഇട്ട് കുഞ്ഞന്മാരെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഹവായി കൂട്ടിലേക്ക് ഏകദേശം 6 ദിവസത്തോളം 5 ദിവസത്തോളം ഹവായി കൂട്ടിൽ വിട്ട് 6ാമത്തെ 7ാമത്തെ ദിവസം നമ്മൾ ചുമ്മാ ഇങ്ങനെ തുറന്നു വിട്ടിട്ടായാലും ഏരിയയൊക്കെ കുഞ്ഞന്മാർ മിസ്സാവാത്ത രീതിയിൽ ഒന്ന് ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞന്മാർ മിസ്സാവാൻ ചാൻസ് കുറവാണ്. എന്നിട്ട് നമ്മളെ ഈ 1 മണിക്കൂർ പറന്നതിലും കുഞ്ഞന്മാർ നമ്മളെ ഏരിയയിൽ തന്നെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. ഡിസ്റ്റൻസ് വലിഞ്ഞ് പറക്കുകയോ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുകയോ അങ്ങനെയൊന്നും കണ്ടില്ല. നമ്മൾ കറക്റ്റ് നമ്മളെ കൂട്ടി തന്നെ ഫുൾ ടൈം നിൽക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. നമ്മൾ അഥവാ ഒന്ന് പോയി കഴിഞ്ഞാലും നമുക്കൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞന്മാർ തിരിച്ചു വരുന്ന രീതിയിലാണ് കുഞ്ഞന്മാർ പറക്കുന്നത്. സോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നടത്തി വിട്ടിരിക്കുന്നത് കുഞ്ഞന്മാരെ. പിന്നെ നമ്മൾ വെട്ട് കാണിച്ചാലും കുഞ്ഞന്മാർ താഴുന്നില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കി, പക്ഷേ കുഞ്ഞന്മാരൊന്ന് ഇത് ആവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുഞ്ഞന്മാരെ പറത്തുന്ന സമയത്ത് എന്താ പറയാൻ 2 നാടൻ പ്രാവിനെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വെള്ള കളറായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. വെട്ടൊക്കെ കാണിച്ച് ഒന്ന് നോക്കുക പ്രാവിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം വെയിലും ഉണ്ട്, നല്ല രീതിയിൽ വെയിലടിച്ച് തുടങ്ങി. എന്നിട്ട് കുഞ്ഞന്മാരെങ്ങോട്ട് പോയി നല്ല രീതിയിൽ വെയിലൊക്കെ അടിച്ച് തുടങ്ങി. എന്നിട്ട് കുഞ്ഞന്മാരെ നമ്മൾ ഇറക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് കുഞ്ഞന്മാർ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ഹവായി കൂടിൻ്റെ പുറത്താണ് ഇറങ്ങുന്നത്, അതോ എവിടെയാണ് ഇറങ്ങുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് വീഡിയോ കാണിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നോക്കട്ടെ.
രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്, പക്ഷേ കാണാം രണ്ടുപേരും ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ചില ടൈമിൽ ഈ വെള്ളപ്രാവ് നമുക്ക് കണ്ണി കാണാൻ പറ്റും, പക്ഷേ ഈ ക്യാമറയിൽ വന്നിട്ട് ചില ടൈമിൽ കാണാൻ പറ്റില്ല. രണ്ടുപേരും പറക്കുന്നത് സൂം ഔട്ട് നോക്കി ഫ്രണ്ട്സ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് അടുപ്പിച്ചാവാറായി. അപ്പം നമ്മളെ പ്രാക്കിൽ രണ്ടുപേരും താന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇവർ ഇരിക്കുന്ന എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങോട്ടല്ല പോയിട്ട് അവർ ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ വരണത്. നമ്മൾ വേറെ വെട്ടോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു കൂട്ടിൽ ഇവന്മാർ രണ്ടെണ്ണത്തിന് മറ്റേ ആളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ റെക്കോർഡ് നമ്മൾ നേരത്തെ പോലെ ഒന്ന് ജസ്റ്റ് 2 പ്രാവിനെ ജസ്റ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇപ്പം തന്നെ ഇറങ്ങിത്തരും. അവർ സ്വന്തം ഇഷ്ടത്തിന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങാനുള്ള ഇതിലാണ്. നമ്മൾ പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പേടിച്ചിട്ട് വേറെ പോയി ചവിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ചും കൊണ്ട് മാറി നിൽക്കുകയാണ്. അതിൻ്റെ പുറത്ത് പോയി ഇരിക്കാതെ, കൊണ്ടെടുത്ത് പോയി നിൽക്കാതെ. കറക്റ്റ് നമ്മൾ ഹവായ് കൂട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ട്രെയിനിങ് മെത്തേഡ്. കണ്ട, കൂടിൻ്റെ പുറത്ത് വന്ന് നിന്ന് കറക്റ്റ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നന്നായിട്ട് പറവക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ അറിയാം, എല്ലാം അറിയാം. എന്നിട്ട് കുഞ്ഞന്മാരെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതി എന്നാണ് ഇതാണ്. എന്നിട്ട് കുഞ്ഞന്മാർ വേറെ ഒരിടത്തും തെങ്ങിൻ്റെ മുകളിൽ ഇറങ്ങുകയോ ഒന്നും ചെയ്യാതെ കറക്റ്റ് എന്നിട്ട് കുഞ്ഞന്മാരെ നമ്മളിവിടെ തന്നെ ഇറക്കുക. എന്നിട്ട് നമ്മളെ മറ്റേ ക്ലാവർ അതൊന്നും ഇറങ്ങിയത് താഴെയാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ഹവായ് കൂണ്ട് അടുത്തായിട്ട് തന്നെ വന്ന് ഇറങ്ങിയത്, തട്ടിലാണ് ഇറങ്ങിയത്. മറ്റേ കുഞ്ഞ് കറക്റ്റ് ഹവായ് കൂടിൻ്റെ പുറത്ത് വന്ന് ഇറങ്ങി. അതേപോലെ ഇത് പിന്നെ ഇവ ഒറ്റ ചവിട്ടാണ്. അപ്പോൾ ഒരിക്കലും മാറി ചവിട്ടില്ല, നമുക്ക് നല്ല ഗ്യാരണ്ടിയാണ്. ഈ ലൈനിൽ ഇറങ്ങണ കുഞ്ഞന്മാർ ഒരിക്കലും മാറി ചവിട്ടൂല. അതേപോലെ അവൻ വന്നിട്ട് കറക്റ്റ് മെമ്മറി ഉള്ള ഒരു ടൈപ്പിലുള്ളതാണ്. അതുകൊണ്ട് രണ്ടുപേരും വേറെ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും കറക്റ്റ് പക്ക ഇതാണ്. എന്നിട്ട് ഇനി അവർ കൂടിനകത്ത് നമ്മൾക്ക് കയറണം. നമ്മൾ വൈകിട്ട് അവിടെ പുറത്തുനിന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് നേരെ കൂടിനകത്ത് കയറ്റായിരുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ ഉച്ച സമയം ഇപ്പോൾ ഏകദേശം 12 മണി അടുപ്പിച്ചാവറായെന്ന് തോന്നുന്നു. ഏകദേശം 12 മണി ആ റേഞ്ചിൻ്റെ അകത്തായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവന്മാരെ നമ്മൾ വിരട്ടാനെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ വീണ്ടും അങ്ങോട്ട് എണീറ്റ് പോകും. മറ്റേ ജസ്റ്റ് ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് അവന്മാർ തന്നെ താനെ കൂണ്ടത് കയറിക്കോളും. അപ്പോൾ കൂണ്ടത് കയറിയിട്ട് നമുക്ക് പിടിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് മെത്തേഡ് ഒരിക്കലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ വേണ്ടണി നമ്മൾ നോർമൽ ഒരു ചെറിയൊരു കൂട് സെറ്റപ്പ് ചെയ്യുക. കൂടില്ലാതെ പ്രാവിനെ എടുത്തിട്ടിട്ട് കാര്യമല്ല. അപ്പോൾ ചെറിയൊരു കൂട് സെറ്റപ്പ് ചെയ്യുക. ഒരു ഹവായ് കൂട്, അത് വലിയ കൂട് തന്നെ ഹവായ് കൂട് തന്നെ വേണമെന്നില്ല, ചെറുതായിട്ടൊരു ബേസിക്കലി സെറ്റപ്പിൽ ഒരു നെറ്റിട്ടൊക്കെ കവർ ചെയ്തിട്ട് ഒന്ന് ഒരു ഹവായ് കൂടൊന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ തക്കാളിപ്പെട്ടിയില്ലെങ്കിൽ ഒരു ചെറിയൊരു കൂട് സെറ്റ് ചെയ്യുക. ഹവായ് കൂടിട്ട് ഒരു സെറ്റ്, പിന്നെ ഒരു പേര് നാടൻ പ്രാവ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പേര് നാടൻ പ്രാവായിട്ട് എടുത്ത് വയ്ക്കുക. അതിനെ തുറന്നു വിടുക. ഇതേപോലെ കൂണ്ടതല്ല, തുറന്നു വിടണം. തുറന്നു വിട്ടാലേ അവന്മാരൊന്ന് ജസ്റ്റ് ഒന്ന് ചിറകടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ കുഞ്ഞന്മാർ നമ്മൾ വെട്ട് കാണിച്ചിട്ട് കുഞ്ഞന്മാർ ഇറങ്ങിയില്ല. പക്ഷേ കുഞ്ഞന്മാർ കറക്റ്റ് നമ്മളെ തട്ടി തന്നെ വന്ന് ഇറങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുഞ്ഞന്മാർ ഹവായ് കൂടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് കുഞ്ഞന്മാർ വന്നിട്ട് നമ്മൾ 2 ദിവസം എന്താ പറയുക പുറത്ത് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം തട്ടൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ആ തുറന്നു വിട്ട സമയത്ത് എന്താ പറയുക അവരങ്ങോട്ട് 2 പ്രാവശ്യം ചിറക് കടിച്ച് വന്നപ്പോൾ കറക്റ്റായി. അത് നമ്മൾ നാടൻ പ്രാവ് അതേപോലെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ ചിറക് കടിച്ചൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തട്ടി തന്നെ വന്ന് ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. പിന്നെ
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോൾ 5 ദിവസം ഹവായി കൂടിലിട്ട് വെച്ച് 2 ദിവസം നമ്മൾ തട്ടിൽ തുറന്നൊക്കെ വിട്ടൊന്ന് റെഡിയാക്കിയിട്ട് ഫുഡ് കൂടിനകത്തൊക്കെ വെച്ചെടുത്ത് കറക്റ്റായിട്ട് അവർ കൂടിനകത്ത് കയറി ഫുഡും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് കൂടിനകത്ത് കയറും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞത് ഇവരെ പറപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് പതുക്കെ ഒന്ന് എടുത്തു വിടുക, ഒരിക്കലും വലിച്ചെറിയരുത്, പതുക്കെ എടുത്തു വിടുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിരട്ടി അത് പറപ്പിക്കാൻ നോക്കുക. പറപ്പിക്കുന്ന സമയത്ത് ഇവന്മാരൊന്ന് എണീറ്റ് പതുക്കെ പൊങ്ങി 15 മിനിറ്റ് അകത്ത് വെട്ടിട്ട് ഇറക്കുക. നമ്മളിപ്പം 15 മിനിറ്റ് അകത്ത് വെട്ടിട്ട് ഇറക്കുക നോക്കിയിട്ട് ഇറങ്ങിയില്ല, പിന്നെ നമ്മൾ പിന്നെ ഓക്കെ പറക്കുന്ന പോലെ പറക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിട്ടു. ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂർ അടുപ്പിച്ച് പ്രാവ് പറന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, രാവിലെ ആയതുകൊണ്ട് നമ്മൾ അഥവാ പ്രാവ് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും കറക്റ്റായിട്ട് തിരിച്ച് വരുമെന്ന് ഉറപ്പാണ്. വേറെ ഒരിടത്തും പോയി ചവിട്ടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ വേറെ ഏതെങ്കിലും കൂട്ടിലിപ്പോൾ ആൾക്കാർ പ്രാവ് പറത്തിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലോട്ട് പോകുന്ന അറിയായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഏരിയ വിട്ട് പോയിട്ടില്ലായിരുന്നു. കറക്റ്റ് നമ്മളെ ഏരിയയിൽ തന്നെ നിന്നാണ് പറന്നുകൊണ്ടിരുന്നത് ഇത്രയും ടൈം. പിന്നെ ഇനി ഞാൻ ഇവന്മാർ ഇനിയൊരു 2 മണിക്കൂറോടെ എനിക്ക് പറപ്പിക്കണമെന്നുണ്ട്. വന്നിട്ട് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഏകദേശം വന്നിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ ഇന്ന് പറന്നു. അപ്പോൾ ഇനി നാളെ മറ്റന്നാളും കൂടെ ചേർത്തൊരു 3 മണിക്കൂറായിട്ട് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്നിട്ട് 3 മണിക്കൂറൊക്കെ ഒന്ന് ചുറ്റിപ്പിച്ചിട്ട് വെട്ടി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 20-ാം തീയതി ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് പോകണം. അപ്പോൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ റെഡിയാക്കാം. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിപ്പിച്ച് വെച്ചിട്ട് വെട്ടി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ബേസിക്കായിട്ടുള്ളതാണ്. നമ്മളെ ഭയങ്കര വലിയ വലിയ ടീംസിലല്ല, നമ്മൾ സാധാ ചെറിയ പറവക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു മിക്സ് ആവാതെ എങ്ങനെ പറപ്പിച്ചെടുക്കാം എന്നുള്ള ചെറിയൊരു ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മുടെ കയ്യിലൊരു 4 പേർ കുഞ്ഞന്മാർ ബ്രീഡിംഗ് പെയർ കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. അത് 2 ദിവസത്തിനകത്താണെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു ട്രിവാൻഡ്രത്ത് തന്നെ വന്ന് എടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ 3200 രൂപയാണ് 4 പേരും കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.